crazy berserker. I killed it, it's murder. Go 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 crazy berserker. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റിയൽമി എക്സ്റ്റിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ റിയൽമി എക്സിന് ശേഷം റിയൽമി XT ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ റിയൽമി XTൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ 64 മെഗാ പിക്സൽ ക്യാമറ ഉള്ളൊരു ഫോണാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന റിയൽമി XTൻ്റെ ഒരു റിവ്യൂ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് നിർമ്മിച്ചിരിക്കുന്നത് 3D കേർവ്ഡ് ഗ്ലാസിനെ കൊണ്ടാണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് സിസ്റ്റം ആണുള്ളത്. അതായത് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ബട്ടൺ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡ് ബട്ടൺസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ടോപ്പിലേക്ക് പോകാം. ടോപ്പിലേക്ക് പോകാൻ നമ്മൾ സെക്കൻഡറി മൈക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു USB ജാക്ക്, പിന്നെ ഒരു സ്പീക്കർ, പിന്നെ ഒരു Type C ചാർജിങ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ വോളിയം റോക്കേഴ്സും പിന്നെ സിം ഇജക്റ്റിംഗ് ട്രെയിൻ കാണാൻ സാധിക്കും. ഡ്യുവൽ സിമ്മാണ്. പിന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മൊത്തം 3 സിം സ്ലോട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഫോൺ മെയിനായിട്ട് 2 കളേഴ്സിലാണ് ഇറങ്ങിയിരിക്കുന്നത്, വൈറ്റ് ആൻഡ് ബ്ലൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല സ്മൂത്താണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ എടുത്ത് പറയത്തക്ക ഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ക്യാമറയാണ്. 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇതിൻ്റെ പുറകുവശത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തം 4 ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64+8+2+2 മെഗാ പിക്സൽ ക്യാമറസാണ്. അത് 4 ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ് GW1 സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ക്യാമറ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആയാലും 4K റെസൊല്യൂഷനിൽ വരെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. സെൽഫിയൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമറ തന്നെയാണ്. ടോട്ടലി പറഞ്ഞ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഡിവൈസ് തന്നെ പറയാം. നമുക്ക് ഇതിൻ്റെ സാർ വാല്യൂലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 0.909 ആണ് ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത്. അത്യാവശ്യം ഇന്ത്യയിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സാർ വാല്യൂവിൻ്റെ താഴെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ 712 പ്രോസസ്സറാണ്. ഇത് മെയിനായിട്ട് 3 വേരിയൻസ് ആണ് വരുന്നത്. 4GB, 6GB, 8GB. ഇന്റേണൽ മെമ്മറിൻ്റെ കാര്യത്തിലേക്ക് 4 വരുന്നുണ്ട്. പിന്നെ 128GB റോമും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 4GB 64GB വേരിയൻ്റ് ആണ്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്ന് പരിചയപ്പെടാം. ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 9 Pie ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ളത് കളർ OS 601 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വാട്ടർ നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലാണ്. അത് ക്വാഡ് ക്യാമറ സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ GW1 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഈ ഒരു സാംസങ്ങിൻ്റെ സെൻസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സെക്കൻഡറി ക്യാമറ ആയിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു 119 ഡിഗ്രി വരെ അൾട്രാ വൈഡ് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ടെറിട്ടറി ക്യാമറ ആയിട്ട് 2 മെഗാ പിക്സലിൻ്റെ ക്യാമറയും പിന്നെ അതോടൊപ്പം തന്നെ 2 മെഗാ പിക്സലിൻ്റെ വേറൊരു ക്യാമറയും ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. നല്ലതായിട്ട് നിങ്ങൾ ഫോക്കസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു സൂമിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ കാണുമ്പോൾ നല്ലൊരു സൂമൊക്കെ നിങ്ങൾ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ദൂരെ കാണുന്ന ആ ഒരു ഇതുവരെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. ഇവിടെ നല്ല സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഫോക്കസൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് എടുക്കാമെന്ന്. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണാൻ സാധിക്കും 4K റെസൊല്യൂഷനിൽ വരെ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 720 പിക്സൽ, 180 പിക്സൽ, പിന്നെ 4K ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്ലോ മോഷൻ, ടൈം ലാപ്സ്, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ്, നൈറ്റ് സ്കേപ്പ്, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു സ്റ്റെബിലൈസേഷൻ കൂടി ഒരു ക്യാമറയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പോർട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബോഡി മാത്രം ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ബ്ലറായിട്ട് വരുന്നൊരു സംവിധാനമാണ് പോർട്രേറ്റ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഒന്ന് നോക്കാം. അതിന് കാണാൻ സാധിക്കും റിയൽമിയുടെ 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസൊക്കെ ചെയ്ത് ഫോട്ടോസ് എടുക്കാനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് അടിപൊളി ഫോട്ടോസിൻ്റെ സാമ്പിൾസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. Over the edge, feel like I'm floating through the air. The pain I felt is ഇപ്പോൾ നിങ്ങൾ സാമ്പിൾ ആണല്ലോ, അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഡിവൈസ് തന്നെ പറയാം. ഗെയിം കളിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സെറ്റായിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് മികച്ച, അതായത് നല്ല പ്രോസസ്സറൊക്കെ ആവശ്യമുള്ള ഗെയിമൊക്കെ ഇതിൽ കളിക്കാം. പബ്ജി, എക്സാമ്പിളായിട്ട് പബ്ജി, ഫ്രീ ഫയർ അങ്ങനത്തെ ഗെയിംസൊക്കെ ഇതിൽ കളിക്കാൻ സാധിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഗെയിംസൊക്കെ കളിക്കാൻ സാധിക്കും. ഇതിലപ്പോൾ ഗെയിമൊന്നും ഇൻസ്റ്റാൾ ആകില്ല, അതുകൊണ്ടാണ് സാമ്പിൾ. ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നല്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഫോൺ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണെന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ സംഗീത് സൈനിങ് ഓഫ്.